കഴിഞ്ഞ 8 വർഷം ഈ പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിട്ടുള്ളത് മണ്ണിടിച്ചിൽ വഴിയാണ്. ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒരു തരത്തിലും കെട്ടിടം നിർമ്മിക്കാൻ യോഗ്യമല്ലാത്ത ഭൂമിയിൽ മനുഷ്യർ കെട്ടിടം നിർമ്മിക്കുകയാണ്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ലഭ്യമായ സ്ഥലത്താണ് അവർ വീട് വയ്ക്കുന്നത്. കേരളത്തിലൊരു ലാൻഡ് യൂസ് പോളിസി ഉണ്ടോ അങ്ങനെ കൃത്യമായിട്ട്? അപ്പോൾ പ്രശ്നം എന്താണ്? ആളുകൾ കൂടുതൽ മരിക്കുന്ന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ദീർഘകാലത്തേക്കുള്ള ലാൻഡ് യൂസ് പോളിസി വേണം. അങ്ങനെ ഒരു നിയമമില്ല. 2009 വി ആർ കൃഷ്ണയ്യർ അധ്യക്ഷനായ ഒരു നിയമപരിഷ്കാര കമ്മീഷൻ കേരളത്തിൽ അടിയന്തരമായി ഭൂവിനിയോഗ നിയമം കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടതാണ്. പക്ഷെ പിന്നീട് വന്ന ഒരു സർക്കാരും, ഉമ്മൻചാണ്ടി സർക്കാരോ അതിനുശേഷം വന്ന പിണറായി വിജയൻ സർക്കാരോ ഒന്നും അത് നടപ്പാക്കിയില്ല. ഇപ്പോഴും നമ്മൾ ലാൻഡ് യൂസ് പോളിസിയെ പറ്റി സംസാരിക്കുന്നത് പോലുമില്ല. അല്ല, ഞങ്ങൾ അങ്ങനെ പറയരുത്. ഞങ്ങൾ ഇത്തവണത്തെ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ലാൻഡ് യൂസ് പോളിസി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒന്നാമത്തെ ബഡ്ജറ്റിലും ലാൻഡ് യൂസ് കൊണ്ടുവരുന്നു, ഭൂപരിഷ്കരണ നിയമത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുമെന്നും പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിന്ന് പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ടെത്തി അവയ്ക്ക് ദീർഘകാല പരിഹാരങ്ങൾ ഉണ്ടാക്കുമെന്നും ഞങ്ങൾ തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഡിസാസ്റ്റർ മാനേജർ റിസർവേഷൻ പ്രോഗ്രാം മുഖ്യമന്ത്രി വിഭാവനം ചെയ്തുകൊണ്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങ് മനസ്സിലാക്കേണ്ട കാര്യം, ബഹുമാനപ്പെട്ട താര അവർ ഇവിടെ സൂചിപ്പിച്ചത് വളരെ സത്യസന്ധമായ കാര്യമാണ്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. എന്തുകൊണ്ടാണ് യാതൊരു നിയന്ത്രണവുമില്ലാതെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കെട്ടിട നിർമ്മാണങ്ങൾ വരുന്നു? അത് തടയാൻ നിയമങ്ങളില്ല. അവയൊക്കെ കോടതിയിൽ പോയാൽ പോലും, എവിടെയെല്ലാം നമ്മൾ നിയമങ്ങൾ കൊണ്ടുവന്ന് തടയാൻ നോക്കിയാലും കോടതിയിൽ പോയാൽ എളുപ്പത്തിൽ അതിൻ്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് വലിയ രമ്യഹർമ്മങ്ങൾ വരുന്നു. അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആ മേഖലയിൽ മാത്രമല്ല അതിൻ്റെ താഴ്വേലകളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ കേരളത്തെ പോലെ ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ അതിനാവശ്യമായ ഫലപ്രദമായ കൃത്യമായ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കാൻ തയ്യാറാവണം. ഈ ഗവൺമെന്റ് ജനങ്ങൾക്ക് മുമ്പാകെ വെച്ച മാൻഡേറ്റ് അതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട ഇവിടെ പറഞ്ഞ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ക്ലൈമറ്റ് പ്രിഡിക്ഷൻ നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. ഇപ്പം തന്നെ തർക്കമുണ്ട്. പ്രിഡിക്ഷൻ നമുക്ക് കിട്ടിയത് നമ്മൾ കൊടുത്തോ? ഇവിടെ നമ്മൾ മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്ന കാര്യം, ക്ലൈമറ്റ് പ്രഡിക്ഷനെ സംബന്ധിച്ച് ലോകോത്തരമായ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ അത് വാണിംഗ് സിസ്റ്റം എഫക്റ്റീവായി. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ വിദേശ സുഹൃത്തുക്കളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഖത്തറിലും കുവൈത്തിലും ഒക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ്. പക്ഷെ അവിടെ ആക്രമണം ഉണ്ടാകുന്ന അല്ലെങ്കിൽ മുകളിലൂടെ വലിയ ആക്രമണം, വ്യോമ ആക്രമണങ്ങൾ വരുമ്പോഴേക്ക് അവിടെ എല്ലാവരുടെയും ഫോണിൽ അലാറം വരികയാണ്. ഉടനെ നിങ്ങൾ അലാറം വന്നാൽ, ഇന്ന അലാറം വന്നാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾ തുറസായ സ്ഥലത്ത് നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിടങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഇങ്ങനെ അലാറം എങ്ങനെയെല്ലാമാണ് അലാറങ്ങളാണ് വരേണ്ടത് തീരുമാനിക്കുകയാണ്. അത് കൃത്യമായി വന്നുകൊണ്ടാണ് അവിടെ ഇത്രയേറെ വ്യോമ ആക്രമണങ്ങൾ ഉണ്ടായിട്ട് പോലും, ഞാൻ പരിസ്ഥിതിയല്ല പറയുന്നത്, പ്രകൃതി ദുരന്തമല്ല പറയുന്നത്, ആ ആക്രമണത്തിൽ പോലും പരിരക്ഷ നൽകാനുള്ള ആധുനിക സാങ്കേതികത ലോകത്ത് ഇപ്പോൾ ഉണ്ട്. അപ്പൊ അതാണ് താര അവர்களுം പറഞ്ഞത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അത്തരം കാര്യങ്ങൾ ക്ലൈമറ്റ് പ്രഡിക്ഷനിലും വാണിംഗ് സിസ്റ്റത്തിലേക്ക് വരണം. അതേപോലെ ഫ്ലഡ് മാപ്പിംഗ്. എന്തുകൊണ്ടാണ് ഫ്ലഡ് മാപ്പിംഗ് പറയാത്തത്? ഇപ്പൊ കഴിഞ്ഞ നമുക്കെല്ലാവരും കണ്ടതാണ്, കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിലും ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് ഇത്തവണയും പ്രളയം ഉണ്ടായത്.